Hello guys, welcome back to our channel. This is me with Maloof episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ റിപ്പർ കോനായി അവനാണെങ്കിൽ വലിയ ആയുധങ്ങളുമായിട്ട് ക്യാപ്റ്റൻ ലീവായുടെ അടുത്തേക്ക് അങ്ങനെ പാഞ്ഞടുക്കും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ലീവായി വലിയൊരു ആയുധം എടുത്ത് അവർ നേരെ വലിച്ചെറിയാണ്. കട്ട് ചെയ്ത ഇവിടെ റിപ്പറിന്റെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഹീറോയെയും അതുപോലെ തന്നെ ക്രിസ്റ്റീനെയും അവർ രണ്ടുപേരെയും ഫോളോ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വലിയ കുതിരവണ്ടിയുടെ മേൽഭാഗം അത് അവർ തകർത്ത് കളയും. അതിനുശേഷം ക്രിസ്റ്റീനെ ഒരു മയക്കുവെടി വെച്ച് അവർ താഴത്തേക്കിടും. ഹീറോ ആണെങ്കിൽ ഉണ്ടായിരുന്നൊരു ഗണ്ണെടുത്ത് അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അടുത്തൊരു മയക്കുവെടി അത് അവന്റെ ദേഹത്ത് കൊണ്ട് ഹീറോയും അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് താഴേക്ക് വീഴും. റിപ്പറിന് അസിസ്റ്റന്റ് ആണെങ്കിൽ കുതിരക്കാരനെ ചവിട്ടി തെറിപ്പിച്ച് ഇപ്പോ അവിടേക്ക് ചാടി വന്ന് അവരെ രണ്ടുപേരെയും അവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ലീവായി ആളവിടേക്ക് ചാടി വീണ് അവരെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുമെങ്കിലും 3 കൊള്ളക്കാര് അവരവിടേക്ക് വന്ന് ഇപ്പോ ക്യാപ്റ്റൻ ലീവായി അറ്റാക്ക് ചെയ്യുകയാണ്. അവർക്ക് തൊട്ടു പിന്നാലെ ഇപ്പൊ റിപ്പറും അവിടേക്ക് വരും. ഓ നോ, അവൻ വീണ്ടും ഇവിടേക്ക് വന്നു. കോണി, നീ എന്തിനാണ് ആ ഒരു മിലിറ്ററി പോലീസിന്റെ കൂടെ ഇപ്പൊ ജോലി ചെയ്യുന്നത്? ശരിക്കും ഞങ്ങളുടെ പ്ലാനുകളെല്ലാം അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ലീവായി ആണെങ്കിൽ ഫൈറ്റ് ചെയ്ത് അടുത്തുണ്ടായിരുന്ന ഒരു ബാറിലേക്ക് അങ്ങനെ ഇടിച്ചു കയറി വീഴുകയാണ്. കണ്ട് ബാറിലുള്ള എല്ലാവരും ഷോക്കാവുകയാണ്. വാവ്, ഇത് ക്യാപ്റ്റൻ ലീവായി അല്ലേന്ന് ചോദിക്കും. ഇവിടെ ലീവായിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓ നോ, അത് ഞാൻ കരുതിയതിലും ഒരുപാട് മോശമാവുകയാണെന്ന് പറയും. അടുത്ത നിമിഷം റിപ്പർ ആണെങ്കിൽ 2 ഗണ്ണൊക്കെ ആയിട്ട് അവിടേക്ക് കടന്നു വരും. ക്യാപ്റ്റൻ ലീവായി, നീ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. അതിന് ലീവായി ആണെങ്കിൽ നിന്റെ പ്രതീക്ഷ തെറ്റിയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. റിപ്പർ, എനിക്ക് അത്ഭുതം തോന്നുന്നു, നീ എങ്ങനെയാണ് ഇപ്പൊ മിലിറ്ററി പോലീസിന്റെ അണ്ടറിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്? അതിനവൻ പറയും, അത് തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. ക്യാപ്റ്റൻ ലീവായി, നിനക്ക് ഞാൻ ഓൾറെഡി ഒരു കഥ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ട്രാപ്പിൽ കുടുങ്ങിപ്പോയ എലിയുടെ കഥ. നീ എവിടേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നിന്റെ അവസ്ഥ അത് തന്നെയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ചേർന്ന് നിന്നെ വെടിവെച്ച് താഴെയിടുന്നു പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. അവിടെ മുഴുവനായിട്ടും സോൾജേഴ്സ് അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ ആ റിപ്പർ ആണെങ്കിൽ വലിയൊരു ചെയർ ലീവായിക്ക് നേരെ വലിച്ചെറിയും. ലീവായി ആണെങ്കിൽ അതിൽ നിന്ന് തെന്നി മാറും. അതിനുശേഷം റിപ്പർ ആണെങ്കിൽ ഇപ്പോ ലീവായോട് പറയും, നീ സർവേ കോപ്സിൽ ചേർന്ന് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതല്ലാതെ വേറെ വഴി നമുക്കില്ലായിരുന്നു. ഇപ്പൊ ഇത് എനിക്ക് വെറും എന്റർടൈൻമെന്റ് മാത്രമാണെന്ന് പറയും. അത് കേട്ട് ലീവായി ആണെങ്കിൽ എന്റെ സോൾജിയറിനെ കൊല്ലുന്നതാണോ നിനക്ക് എന്റർടൈൻമെന്റ് ചോദിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലിക്കർ ബോട്ടിലേക്ക് നോക്കുകയാണ്. ആ ഒരു ഓണർ ആണെങ്കിൽ ഇപ്പോ ആ ഒരു ബോട്ടിൽ അങ്ങനെ പതിയെ ടേൺ ചെയ്ത് കാണിച്ചു കൊടുക്കും. ലീവായി ആണെങ്കിൽ ആ ബോട്ടിൽ നോക്കി ഇപ്പൊ ഗൺ ഉപയോഗിച്ച് ആ റിപ്പറിനെ ഷൂട്ട് ചെയ്ത് പുറകിലേക്ക് തെറിപ്പിച്ച് കളയാണ്. അവനാണെങ്കിൽ ആ ഗണ്ണ് ആ ബാറിന്റെ ഉടമസ്ഥനെ കൊടുത്ത് പുറത്തേക്ക് എടുത്തു ചാടും. ഓൾജിയസ് ആണെങ്കിൽ ആ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കും. അത് ലീവായി അല്ല, ഒരു ചെയർ മാത്രമാണ്. ആ ഗ്യാപ്പില് ലീവായി ആണെങ്കിൽ നൈസായിട്ട് പുറകിലൂടെ വന്ന് അവന്റെ 3D ഗിയർ മാനുവൽ ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെ ഒന്നൊന്നായിട്ട് അങ്ങനെ കൊന്ന് തള്ളുകയാണ്. ഇവിടെ സഷ, അവനാണെങ്കിൽ വലിയൊരു ശബ്ദം കേട്ട് ഇപ്പോ ഓപ്പോസിറ്റ് ഉള്ളവനോട് പറയും, സത്യത്തില് എന്താ അവിടെ നടക്കണേ? ജിന്നിനാണെങ്കിൽ ഭയം കൂടിക്കൂടി വരും, എന്തോ പ്രശ്നമുണ്ട്. അതിനവള് പറയും, ക്യാപ്റ്റൻ ലീവായി അവസാനമായിട്ട് പറഞ്ഞത് ടൈറ്റൻസ് മാത്രമല്ല ഇപ്പൊ മനുഷ്യരും ശത്രുക്കളാണെന്നാണ്. ലീവായി മിക്കവാറും ശത്രുക്കളുമായിട്ട് പോരാടുന്നുണ്ടാവും. അത് കേട്ട് മിക്കാസിന് ടീമാണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ആ റിപ്പറിനെ കാണിക്കും. ഒരു ലേഡി അവിടേക്ക് വന്ന്, എന്തുപറ്റി മാസ്റ്റർ, നിങ്ങളുടെ കാറ്റ് പോയെന്ന് ചോദിക്കും. അതിന് ആള് പറയും, എനിക്കൊരു ചെറിയ തെറ്റുപറ്റി. ബാറുകളിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ തോക്ക് കൊടുക്കുമെന്നുള്ള കാര്യം അത് ശരിക്കും ഞാനങ്ങ് മറന്നുപോയി. അവന്റെ ശരീരം വളർന്നിട്ടില്ലെങ്കിലും അവന്റെ ബുദ്ധി ശരിക്കും വളർന്നിട്ടുണ്ട്. കുഴപ്പമില്ല, എത്രയും വേഗം നമുക്ക് അവനെ പിടിക്കാമെന്ന് പറയും. ഇവിടെ മിക്കാസൻ ടീമും നമ്മുടെ ഹീറോയെ തട്ടിക്കൊണ്ടുപോകുന്ന ആ കുതിരവണ്ടി കാണുകയാണ്. അവരുടെ തൊട്ടടുത്തായി ഇപ്പൊ ലീവായും കടന്നു വരും. ലീവായി അറ്റാക്ക് ചെയ്യാൻ വന്ന ഒരു സോൾജിയറിനെ ലീവായി വെട്ടി വീഴ്ത്തുന്നത് കണ്ട് ജിൻ ഷോക്കാവും. മാസ്റ്റർ ലീവായി, അദ്ദേഹം ഇപ്പോ ഒരു മനുഷ്യനെ കൊന്നിരിക്കുകയാണ്. ലീവായി ആണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ നമ്മുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന ആ വണ്ടി അത് ഫോളോ ചെയ്യാനായിട്ട് ജിന്നിന ടീമിനോട് പറയും. ലീവായി ആണെങ്കിൽ വിളിച്ചു പറയും, നമ്മുടെ ശത്രുക്കൾ ഇപ്പോൾ മനുഷ്യരാണ്, അവര് വെൽ ട്രെയിൻഡ് ആണ്. സോ എത്രയും വേഗം ഈ ഒരു അവസരം മുതലെടുത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ അവരെ രക്ഷിക്കണം. വേണ്ടി വന്നാൽ അവരെ കൊന്നു തള്ളാനും നിങ്ങൾ മടിക്കരുതെന്ന് പറയും. അതിന് മിക്കാസ് ആണെങ്കിൽ ഓക്കെ പറയും. ലീവായി ആണെങ്കിൽ ആ കുതിരവണ്ടിയിലുണ്ടായിരുന്ന ഒരു വില്ലനെ വലിച്ചു താഴെയിട്ട് അർമിനോടും ടീമിനോടും വണ്ടിയിലേക്ക് കയറാനായിട്ട് പറയും. ഞങ്ങൾ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ കൺട്രോൾ ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ലീവായി നിർദ്ദേശം കൊടുക്കും. ആ വണ്ടിയിലുണ്ടായിരുന്ന ഒരു ലേഡി ആണെങ്കിൽ ഇപ്പോ ജിന്നിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡ് ആ തട്ടിപ്പറിച്ച് ഗണ്ണ് അവന് നേരെ പോയിന്റ് ചെയ്യാണ്. വികാസ് ആണെങ്കിൽ ജിന്നിന്റെ പേര് വിളിക്കും. അപ്പോഴായിരിക്കും ഒരു കാര്യം വെളിവാക്കിപ്പെടുക. അപ്പോഴായിരിക്കും ഒരു കാര്യം റിവീൽ ചെയ്യുക. ആന്റി പേഴ്സണൽ 3D ഗിയർ മാനുവൽ. അത് ആക്ച്വലി മനുഷ്യരെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെപ്പനാണ്. അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കിങ്ങിന്റെ ആ മാങ്ഷൻ കാണിക്കും. ഇതുവരെ ആ ഒരു ഹീറോ പയ്യനെയും ക്രിസ്റ്റയെയും അവർ രണ്ടുപേരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ?
ആ കമാൻഡർ എർവിൻ സ്മിത്തിൽ നിന്ന് ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞോ? അതിനൊരു സോൾജിയർ പറയും ഇല്ല. ഇനിയും അദ്ദേഹത്തെ ചോദ്യം ചെയ്ത നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അത് ആള് മനസ്സിലാക്കുന്നു പറയും. ഉടനെ വേറൊരാളാണെങ്കിൽ അവിടേക്ക് കടന്നു വരും. ആണാണെങ്കിൽ ഹീറോ പയ്യനെയും ക്രിസ്റ്റയെയും പിടിച്ചു എന്നൊരു ഇൻഫർമേഷൻ ആയിരിക്കും അവരെ അറിയിക്കുക. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ കമാൻഡർ എർവിൻ സ്മിത്തിനെ കാണിക്കും. ആളുടെ അടുത്തേക്ക് നീല് വന്ന് കഴിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും. അതിന് കമാൻഡർ എർവിൻ സ്മിത്ത് പറയും എനിക്കിപ്പോൾ കഴിക്കാനല്ല, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് നീല് പറയും എനിക്ക് നിന്നോടൊന്നും തന്നെ സംസാരിക്കാനില്ല. കമാൻഡർ എർവിൻ സ്മിത്ത് ആണെങ്കിൽ അത് കേട്ട് ചിരിച്ച് ഒന്നും അല്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് ട്രെയിനിങ് എടുത്തതല്ലേ, അത് നീ ഇത്ര വേഗം മറന്നുപോയോ? ഞാൻ എൻ്റെ പുതിയൊരു എക്സ്പെരിമെന്റ് അത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് കമാൻഡർ എർവിൻ സ്മിത്ത് ആണെങ്കിൽ ഇപ്പൊ എന്തോന്ന് ചെയ്യാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മഞ്ഞമുടിയൻ ആർമിൻ ആണെങ്കിൽ പേടിച്ച് വിറച്ച് അങ്ങനെ കരയാനായിട്ട് തുടങ്ങും. ജിന്നാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. ആക്ച്വലി ജിന്നിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരു സോൾജിയറിനെ മഞ്ഞമുടിയൻ ആർമിൻ അറ്റാക്ക് ചെയ്ത് കൊന്നുകളഞ്ഞു. അതേസമയം അവിടേക്ക് സോൾജിയേഴ്സ് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ സമയം കറക്റ്റായിട്ട് ലീവായ് ആൻഡ് ടീം അവിടേക്ക് വന്ന് അവരെ സേവ് ചെയ്യും. എന്താ അവരുടെ കണ്ണ് തെറ്റിയ സമയത്ത് ഇപ്പൊ വേറൊരു വില്ലൻ നമ്മുടെ ഹീറോയെയും അതുപോലെ ക്രിസ്റ്റയെയും ലോക്ക് ചെയ്തിട്ടിരുന്ന ആ ഒരു വണ്ടിയുമായിട്ട് കടന്നു പോവാണ്. ആണെങ്കിൽ പിന്നാലെ പോകാൻ ശ്രമിക്കും. പക്ഷെ ക്യാപ്റ്റൻ ലീവായ് അത് തടയും. കട്ട് ചെയ്ത ഇവിടെ മഞ്ഞമുടി എർവിൻ അവനാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് കുറ്റബോധം. ലീവായ് ആണെങ്കിൽ ഇത് മറന്നു കളയാൻ പറഞ്ഞ് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന അവിടെയുള്ള ഒരാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങും. ഞാൻ ഡീപ്സ് കമ്പനിയുടെ ഓണറല്ലേ, നീ എന്തിനാ ഇപ്പൊ മിലിറ്ററി പോലീസിന്റെ കൂടെ ചേർന്നത്? അതിനയാൾ പറയും എനിക്ക് അവരോടൊപ്പം നിന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. മാർഗങ്ങളില്ലാതെയാണ് ഞാൻ അവരോടൊപ്പം ചേർന്നതും അവർക്ക് സഹായകമായി നിന്നതും. അവർക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. അവർ പറയുന്നതനുസരിച്ച് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഞാൻ അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ക്യാപ്റ്റൻ ലീവായ് ആണെങ്കിൽ അവരുടെ ഡീല് അതങ്ങനെ തുറന്നു പറയും. എർനെയും ക്രിസ്റ്റയെയും അവർ രണ്ടുപേരെയും ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റൂ. സോ അവരെ രക്ഷിക്കാൻ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. അതിന് ഓണർ പറയും ആക്ച്വലി എന്റെ കമ്പനിയിലെ വർക്കേഴ്സിന്റെ അധ്വാനം കൊണ്ട് മാത്രമാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. പണത്തിന് ബുദ്ധിമുട്ടില്ലാതെ അവർ ജീവിക്കുന്നത്. സോ ഞാൻ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ എന്റെ കമ്പനിക്കും എനിക്കും യാതൊരു ദോഷവും വരാതെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ലീവായ് ആണെങ്കിൽ അല്പസമയം കാര്യമായിട്ട് ആലോചിച്ചതിന് ശേഷം ഇപ്പൊ അദ്ദേഹത്തോട് പറയും എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, എങ്കിലും എന്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം. കട്ട് ചെയ്ത കണ്ണാടിപ്പെണ്ണാണെങ്കിൽ ഇപ്പോ കമാൻഡർ എർവിൻ സ്മിത്തിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം നമ്മുടെ ഹീറോയെയും ക്രിസ്റ്റയെയും അവർ രണ്ടുപേരും തട്ടിക്കൊണ്ടുപോയ കാര്യം അദ്ദേഹത്തെ അറിയിക്കും. ഹീറോ പയ്യൻ അവൻ റെയ്നറും ബെർണോൾഡും അവർ രണ്ടുപേരും സംസാരിച്ച കാര്യം പോകുന്നതിന് മുൻപ് ഒരു പേപ്പറിൽ എഴുതി എനിക്ക് തന്നിരുന്നു. അത് വായിച്ചപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ വായിച്ച കാര്യങ്ങളനുസരിച്ച് എത്രയും വേഗം ഹീറോ പയ്യനെ രക്ഷിച്ചിട്ടില്ല എങ്കിൽ അവർ അവനെ വിഴുങ്ങും. അത് വലിയ അപകടം ഉണ്ടാക്കും. കട്ട് ചെയ്ത അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മിലിറ്ററി പോലീസായിട്ട് പോകുന്ന ഡോമോനെ ആയിരിക്കും കാണിക്കുക. ഒരു വീടിന്റെ അടുത്തെത്തുമ്പോൾ അവർ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് പുറത്തേക്ക് വരും. ജിന്നിനെ കണ്ട അവരാണെങ്കിൽ ജിന്നിനെ അടിച്ച് താഴെയിടും. അമ്മോന്റെ മകനാണെങ്കിൽ ഇപ്പൊ ഡോമോനോട് ചോദിക്കും നമ്മൾ രക്ഷപ്പെട്ടോ? അതിന് ഡോമോൻ പറയും ഉറപ്പില്ല. ഡോമോന്റെ മകനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തത് വെറുതെ ആവോ? ഒരു ഡോമോനാണെങ്കിൽ അവന്റെ തലയ്ക്കൊരു കിഴുക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു ബിസിനസ്മാൻ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവണം. ചിലപ്പോ വലിയൊരു ലാഭം നമുക്ക് കൊയ്യാൻ കഴിഞ്ഞേക്കാം. അതല്ല എങ്കിൽ അൺസർട്ടനിറ്റി, അതുമല്ല എങ്കിൽ ഫെയിലിയർ. ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് അതുണ്ടാവുക എന്നതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അങ്ങനെ കട്ട് ചെയ്ത കെട്ടിയിട്ടിരിക്കുന്ന റെയ്സിനെ ആയിരിക്കും കാണിക്കുക. റെയ്സ് ആണെങ്കിൽ അവരോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതിനവര് പറയും യും ഹീറോ പയ്യനും അവർ രണ്ടുപേരും എവിടെ? ഞങ്ങൾക്ക് അവരെ വേണം. ഉടനെ കണ്ണാടി പെണ്ണാണെങ്കിൽ അവിടേക്ക് വന്ന് അവന്റെ നഖങ്ങള് അതൊന്നൊന്നായിട്ട് വലിച്ചൂരാനായിട്ട് തുടങ്ങും. വേദന കൊണ്ട് അവൻ നിലവിളിക്കും. ആ നിലവിളി കേട്ട് ഇവിടെ മഞ്ഞമുടി നർമിൻ കുറ്റബോധത്തോടു കൂടെ പറയും നമ്മളും ഇപ്പോ കൊലയാളികളാണ്, മനുഷ്യരെ കൊല്ലാൻ നമുക്കിപ്പോ യാതൊരു മടിയില്ല എന്ന് പറയും. ഇവിടെ കണ്ണാടി പെണ്ണാണെങ്കിൽ അവനോട് പറയും ഞാൻ നിന്നെ പോലെ നഖങ്ങൾ വലിച്ചൂരാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. സത്യത്തിൽ എത്ര നഖങ്ങൾ വലിച്ചൂരിയാലാണ് എക്സ്പേർട്ട് ആവാൻ ചോദിച്ച് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ നഖങ്ങൾ വലിച്ചൂരാൻ ശ്രമിക്കും. എന്നതിനുമപ്പുറം ഈ മതിലിനുള്ളിൽ സമാധാനം നിലനിൽക്കുന്നതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ സമാധാനം നിലനിൽക്കാനായി രക്തം പൊഴിക്കാനായി എന്നെപ്പോലുള്ള സോൾജിയർ നിലനിൽക്കുന്നുണ്ട്. ആ ബുദ്ധിമാനായ ടീച്ചു അവൻ പറയാൻ ശ്രമിച്ച മണ്ടത്തരങ്ങളായിട്ടുള്ള പ്ലാനുകൾ, അതേ ഫാമിലിയിൽ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ എല്ലാം ഇല്ലാതാക്കിയത് ഞങ്ങളാണ്. അതിന് നിങ്ങൾ ഞങ്ങളോട് നന്ദി പറയണം. എനിക്ക് ഭയമില്ല. രാജാവിനും അദ്ദേഹത്തിന്റെ നിയമങ്ങൾക്കും ഞങ്ങൾ ഇതുവരെ ചെയ്തതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്രമാത്രം വേദനിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ മരണം അതൊരല്പം വേഗമാക്കി തന്നൂടെയും ചോദിക്കും. ഉടനെ കണ്ണാടിപ്പെണ്ണ ടീമുമാണെങ്കിൽ അവിടുന്ന് കടന്നു പോവാൻ. അപ്പോഴായിരിക്കും മറ്റൊരു ശബ്ദം ഇപ്പൊ ആ ഒരു ഓഫീസർ കേൾക്കുക. അത് ക്യാപ്റ്റൻ ലീവായുടേതാണ്. നീ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. സാറസിന് ഇനി പറിക്കാൻ നഖങ്ങളൊന്നും ബാക്കിയില്ല. ആനസിനെ അവനെ അങ്ങോട്ടേക്ക് കൊന്നുകളയെന്ന് അവർ പരസ്പരം പറയും. അത് കേട്ട് ഇവിടെ ആ ഓഫീസറിനാണെങ്കിൽ ഞെട്ടുകയാണ്. ആക്ച്വലി ഇതെല്ലാം തന്നെ നമ്മുടെ ആൾക്കാരുടെ പ്ലാനാണ്. ആനത്തിനെ പോലെ ശബ്ദം
ശബ്ദം മാറ്റി അവരെഴുതി കൊടുത്ത കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ഒരാൾ. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കണ്ണാടി പെണ്ണും ക്യാപ്റ്റൻ ലീവായും അവർ രണ്ടുപേരും വീണ്ടും അവന്റെ അടുത്തേക്ക് വരികയാണ്. അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആള് പറയും റെയ്സാണ് യഥാർത്ഥ രാജകുടുംബം. അതേസമയം അവരെ സഹായിച്ച ടൈമോൺ ആണെങ്കിൽ ഇപ്പോ നഗരത്തിലേക്ക് വന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷം റിപ്പർ കോണിയാണെങ്കിൽ അവിടേക്ക് വന്ന് ആളുടെ കഴുത്ത് അറുത്ത് കളയാണ്. ആളുടെ കൂടെയുള്ള ഒരു ലേഡിയാണെങ്കിൽ ഇപ്പോ റിപ്പറിനോട് പറയും ആണ് ഇതിനെ കൊന്നുകളഞ്ഞത്, അവനിലൂടെ ലീവായി കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. അതിന് റിപ്പർ പറയും അതിന്റെ ആവശ്യമില്ല, അവനെ വളർത്തിയത് ഞാനാണ്, എന്നെ തേടി അവൻ ഇവിടേക്ക് വരും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ സത്യം കേട്ട് ഞെട്ടും. ആക്ച്വലി രാജസിംഹാസനത്തിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവകാശിയായിട്ടുള്ളത് അത് മറ്റാരുമല്ല, സാക്ഷാൽ ഹിസ്റ്റോറിയ, അതായത് നമ്മുടെ ക്രിസ്റ്റയും ഹീറോ പയ്യനും അവർ രണ്ടുപേരും ലോർഡ് റെയ്നറിന്റെ കയ്യിലാണ് ഉള്ളതെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ റെയ്നറിനെ കാണിക്കും. അവനാണെങ്കിൽ അങ്ങനെ ഹഗ് ചെയ്യാണ്. അപ്പൊ ദൂരത്തായിട്ട് പകുതി ബോധത്തിൽ നമ്മുടെ ഹീറോ അത് കാണുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.